ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ ന്യൂമാറ്റിക് വാൽവ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൂടെ പറയാനുണ്ട്. നോൺ റിട്ടേൺ വാൽവുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അതിനകത്തൊരു മറ്റൊരു വാൽവാണ് ഷട്ടിൽ വാൽവ് എന്ന് പറയുന്നത്. SHUTTLE, ഷട്ടിൽ വാൽവ്. ഷട്ടിൽ വാൽവ് എന്ന് പറഞ്ഞാൽ രണ്ട് നോൺ റിട്ടേൺ വാൽവുകളുടെ ഒരു കോമ്പിനേഷനാണ് ഈ ഷട്ടിൽ വാൽവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു നോൺ റിട്ടേൺ വാൽവ് എങ്ങനെ വർക്ക് ചെയ്യുന്നു? നോൺ റിട്ടേൺ വാൽവ് എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷനിലോട്ട് മാത്രം ഫ്ലോ കൺട്രോൾ ചെയ്യുന്ന വാൽവാണ് നോൺ റിട്ടേൺ വാൽവ്, അല്ലെ ചെക്ക് വാൽവ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഒരു ഡയറക്ഷനിലോട്ട് മാത്രം എയർ ഫ്ലോ അലോ ചെയ്യുന്നതാണ് നോൺ റിട്ടേൺ വാൽവ്. അതായത് തിരിച്ച് ആ പാസേജിലൂടെ എയർ വരത്തില്ല. ഇവിടെ സിമ്പിൾ അതിൻ്റെ ഒരു ഡയഗ്രം കാണിച്ചിട്ടുണ്ട് നോൺ റിട്ടേൺ വാൽവിലെ. ഈ എ എന്നുള്ള പോർട്ടിനകത്ത് അവിടെ ഒരു പൊപ്പറ്റ് ഒരു വാൽവ് ബോഡി ഉണ്ട്. പൊപ്പറ്റ് എന്ന് പറയുമ്പോൾ ഒരു കോൺ ഷേപ്പിലിരിക്കുന്നൊരു സാധനം. അതിനകത്തൊരു സ്പ്രിങ് കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ സ്പ്രിങ് ടെൻഷൻ ആക്ട് ചെയ്യുന്നത് കൊണ്ട് ഈ പറയുന്ന കോണ് പോലുള്ള ഭാഗം എപ്പോഴും ഈ പൊപ്പറ്റ്, അതിനാണ് പൊപ്പറ്റ് നമ്മൾ പറയുന്നത്. ഈ പൊപ്പറ്റ് എന്ന് പറയുന്ന ഭാഗം ഈ എ എന്നുള്ള പോർട്ടിലോട്ട് വന്ന് അടഞ്ഞിരിക്കും എല്ലാ സമയവും. എന്നാൽ നമ്മൾ തിരിച്ച് എ എന്നുള്ള പോർട്ട് വഴി എയർ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ സ്പ്രിങ് ടെൻഷനേക്കാളും കൂടുതൽ അളവിലേക്ക് ഇൻലെറ്റിൽ നിന്ന് എയർ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പൊപ്പറ്റിനെ നമ്മൾ ഈ സ്പ്രിങ് ടെൻഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് വലത്തോട്ട് തള്ളുമ്പോൾ ഈ എയർ അതായത് ഈ പൊപ്പറ്റിൻ്റെയും വാൽവ് ബോഡിയുടെ ഇടയിൽ കൂടെ പാസ് ചെയ്ത് ബി എന്നുള്ള പാസേജ് വഴി പുറത്തോട്ട് പോകും. എപ്പോഴാണോ നമ്മൾ കൊടുക്കുന്ന എയറിൻ്റെ ഫ്ലോ കുറയുന്നത്, ആ സമയത്ത് സ്പ്രിങ് ടെൻഷൻ കൂടിയിട്ട് വീണ്ടും എ എന്നുള്ള പോർട്ടിനെ ഈ പൊപ്പറ്റ് ക്ലോസ് ചെയ്യും. അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ എയിൽ നിന്ന് പാസ് ചെയ്തു പോയ എയർ തിരിച്ച് എയിലേക്ക് വരത്തില്ല. അതാണ് നോൺ റിട്ടേൺ വാൽവ്, NRV എന്ന് നമ്മൾ പറയും, നോൺ റിട്ടേൺ വാൽവ്. ആ നോൺ റിട്ടേൺ വാൽവിൻ്റെ ഒരു സിമ്പിളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഷട്ടിൽ വാൽവ് എന്ന് പറയുന്നത് രണ്ട് നോൺ റിട്ടേൺ പ്രോപ്പർട്ടികൾ ഒരു ഡയറക്ഷനിലോട്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, എയർ ഫ്ലോ ഒരു ഡയറക്ഷനിലോട്ട് മാത്രം എയറിൻ്റെ ഫ്ലോ കൊടുക്കുന്നതാണ് നമ്മൾ നോൺ റിട്ടേൺ വാൽവ് എന്ന് പറയുന്നത്. ഷട്ടിൽ വാൽവിൻ്റെ പ്രത്യേകത, ഒരു വാൽവിൻ്റെ രണ്ട് ഫേസിൽ നിന്നും ഇൻലെറ്റ് വന്നാലും ഒരേ ഡയറക്ഷനിലോട്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, എയറിനെ പാസ് ചെയ്ത് പോകത്തുള്ളൂ. അതായത് ഇവിടെ എക്സ് എന്നും വൈ എന്നും കാണിച്ചിരിക്കുന്ന രണ്ട് ഇൻലെറ്റ് പോർട്ടുകളുണ്ട്. ഈ രണ്ട് ഇൻലെറ്റ് പോർട്ടുകളിൽ നിന്നും മാറി മാറി എയർ സപ്ലൈ ചെയ്താലും എ എന്ന് പറയുന്ന ഈ ഔട്ട്ലെറ്റിലൂടെ മാത്രമേ എയർ എന്ത് ചെയ്യത്തുള്ളൂ, പാസ് ചെയ്ത് പോകത്തുള്ളൂ. അതാണ് ഷട്ടിൽ വാൽവിൻ്റെ പ്രത്യേകത. രണ്ട് നോൺ റിട്ടേൺ വാൽവുകളുടെ ഒരു അസംബ്ലി രൂപം എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെ കൂടെ അഡ്വാൻസ്ഡ് രൂപമാണ് ഷട്ടിൽ വാൽവ്. അതായത് ഇവിടെ ഇപ്പോൾ ഞാൻ വൈ എന്നുള്ള പോർട്ട് വഴി എയർ സപ്ലൈ ചെയ്ത് കൊടുത്താൽ അതിനകത്തൊരു ബോൾ മെക്കാനിസം, അതിനാണ് പൊപ്പറ്റ് എന്ന് പറയും. ആ പൊപ്പറ്റ് വന്നിട്ട് എന്ത് ചെയ്യും, വൈ എന്നുള്ള ഡയറക്ഷനിൽ നമ്മൾ എയർ ഫ്ലോ ചെയ്ത് വിടുമ്പോൾ ഈ പൊപ്പറ്റ് വന്ന് എക്സ് എന്നുള്ള പോർട്ടിനെ ക്ലോസ് ചെയ്യും. അപ്പോൾ വൈയിൽ നിന്ന് വരുന്ന എയർ എയിലൂടെ മാത്രം പുറത്തേട്ട് പോകും. ഒരു ഡയറക്ഷനിലോട്ട് മാത്രമേ ഔട്ട്ലെറ്റ് വരുന്നുള്ളൂ. ഇനി തിരിച്ച് എക്സ് എന്നുള്ള ഡയറക്ഷനിലൂടെയാണ് ഞാൻ എയറിനെ കടത്തി വിടുന്നതെങ്കിൽ ഈ പൊപ്പറ്റ് വന്നിട്ട് വൈ എന്ന് പറയുന്ന പോർട്ടിലേക്ക് അടയും. വീണ്ടും ഏതിലൂടെ മാത്രമേ എയർ പുറത്തോട്ട് പോകത്തുള്ളൂ, എ എന്നുള്ള പോർട്ടിലൂടെ മാത്രമേ എയർ പുറത്തോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഷട്ടിൽ വാൽവ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് 2 NRV എന്ന് പറഞ്ഞാൽ നോൺ റിട്ടേൺ വാൽവ്. മനസ്സിലായോ? അപ്പോൾ നോൺ റിട്ടേൺ വാൽവ് എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷനിലോട്ട് മാത്രം എയറിനെ ഫ്ലോ ചെയ്യിക്കുന്നതാണ് നോൺ റിട്ടേൺ വാൽവ്. ഇവിടെ എന്ന് പറഞ്ഞാൽ എ എന്നുള്ള പോർട്ടിലൂടെ മാത്രമേ എയർ ഔട്ട്ലെറ്റിലോട്ട് പോകത്തുള്ളൂ, എയർ പുറത്തേക്ക് പോകുന്നുള്ളൂ. പക്ഷേ രണ്ട് സൈഡിൽ നിന്നും നമുക്ക് എയറിനെ എന്ത് ചെയ്യാം, അകത്തോട്ട് കയറ്റി വിടാം. പക്ഷേ തിരിച്ചിറങ്ങിപ്പോകുന്നത് ഒരു ഡയറക്ഷനിലൂടെ മാത്രം. അതാണ് ഷട്ടിൽ വാൽവ്. ഷട്ടിൽ വാൽവിൻ്റെ സിമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഷട്ടിൽ വാൽവിൻ്റെ സിമ്പിൾ പഠിക്കണം. സിമ്പിൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ ഷട്ടിൽ വാൽവ് ഒരു ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ഇനി റോളർ വാൽവ്, ഒരു ചെറിയ വാൽവാണ് റോളർ വാൽവ്. എന്ന് വെച്ചാൽ ഉപയോഗിക്കുന്നത്, അതായത് പൊസിഷൻ സെൻസ് ചെയ്യുന്ന ഒരു വാൽവാണ് ന്യൂമാറ്റിക് റോളർ വാൽവ് എന്ന് പറയുന്നത്. അതായത് ഒരു വസ്തുവിൻ്റെ ഒരു കൺവെയർ ബെൽറ്റ്, അതിലൂടെ ഇങ്ങനെ സാധനങ്ങൾ പോകുന്നല്ലേ,
അപ്പോൾ ഒരു സാധനത്തിൻ്റെ പർട്ടിക്കുലർ പൊസിഷൻ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള വാൽവാണ് റോളർ വാൽവ്. A pneumatic roller valves used for mechanical position sensing in machine automation system. അപ്പോൾ ഒരു മെക്കാനിക്കൽ പൊസിഷൻ സെൻസിങ് ആണ്. അപ്പോൾ ഒരു വസ്തുവിൻ്റെയോ ഒരു സാധനത്തിൻ്റെയോ പൊസിഷൻ സെൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് റോളർ വാൽവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കൺവെയർ ലൈൻ അല്ല കൺവെയർ ബെൽറ്റിൻ്റെ ഒരു ലൈന്, അതിനകത്തുള്ള സാധനങ്ങൾ ഇങ്ങനെ പോകും. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു പൊസിഷനുകളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് റോളർ വാൽവ്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ടൊന്നും വേണ്ട, എന്താണ് അതിൻ്റെ ഫങ്ഷൻ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഒരു റോളർ വാൽവ് എങ്ങനെ കണക്ട് ചെയ്യാമെന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വലിയ കാര്യങ്ങളല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് ഓരോന്നിൻ്റെയും ബേസിക് മതി. അല്ലാതെ വലിയ ഡയഗ്രത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഞാനിത് റോളർ വാൽവ് കണക്ട് ചെയ്തേക്കുന്നതാണ്, അത് നമുക്ക് വേണ്ട. ഇനി നമുക്ക് ന്യൂമാറ്റിക് വാൽവിൽ പറഞ്ഞ അവസാനത്തെ ഒരു സാധനമാണ് പ്രഷർ കൺട്രോൾ വാൽവ്. പ്രഷർ കൺട്രോൾ വാൽവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഒന്നെങ്കിൽ പ്രഷറിനെ കുറയ്ക്കാം, ഇല്ലെങ്കിൽ പ്രഷറിൻ്റെ തോത് മെയിൻറ്റെയിൻ ചെയ്യാം, ഇല്ലെങ്കിൽ പ്രഷറിനെ പൂർണ്ണമായി ഒഴിവാക്കാം. ഈ 3 ഫങ്ഷനുകളാണ് ഒരു പ്രഷർ കൺട്രോൾ വാൽവിലുള്ളത്. അതിലെ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ ഓരോ സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 3 തരത്തിൽ പ്രഷർ കൺട്രോൾ വാൽവിനെ ക്ലാസിഫൈ ചെയ്യും. പ്രഷർ റിലീഫ് വാൽവ്, പ്രഷർ റെഡ്യൂസിങ് വാൽവ്, പ്രഷർ റെഗുലേറ്റർ വാൽവ്. പ്രഷർ റിലീഫ് വാൽവ് എന്ന് പറഞ്ഞാൽ എന്തോ, ഒരു സിസ്റ്റത്തിൽ നിന്നും പൂർണ്ണമായ പ്രഷറിനെ അവോയ്ഡ് ചെയ്യുക, അതിനെ സഹായിക്കുന്നതാണ് പ്രഷർ റിലീഫ് വാൽവ്. പ്രഷർ റെഡ്യൂസിങ് വാൽവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സിസ്റ്റത്തിലെ പ്രഷറിനെ കുറയ്ക്കുക. പ്രഷർ റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക. ഒരു സിസ്റ്റത്തിനകത്തെ പ്രഷറിനെ ചിലപ്പോൾ കൂടിയാലൊന്ന് കുറഞ്ഞാലൊന്ന് കൂട്ടി നിർത്തുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തോത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് റെഗുലേറ്റർ, പ്രഷർ റെഗുലേറ്ററിൻ്റെ ഫങ്ഷൻ. ഇവിടെയാണ് പ്രഷർ റിലീഫ് വാൽവ് എൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പ്രഷർ റിലീഫ് വാൽവ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ഒരു സ്പ്രിങ് മെക്കാനിസവും കാര്യങ്ങളും. ഇപ്പം എ എന്നുള്ള പോർട്ടിൽ നമ്മൾ പ്രഷർ കൂടുതൽ അഫക്റ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന പൊപ്പറ്റ് എന്ന് പറയുന്ന സാധനം ഈ സ്പ്രിങ് ടെൻഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് വലത്തോട്ട് നീങ്ങുന്ന സമയത്ത് അതുവഴിയുള്ള എയർ എന്ത് ചെയ്യും, ഈ ടി എന്ന് പറഞ്ഞ ടാങ്കാണ്, ഈ ടാങ്കിലേക്ക് അങ്ങ് പോകും. അപ്പം അങ്ങനെ ഒരു പാസ് ചെയ്താണ്ട് എയിലൂടെ കടന്ന് ബിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്, അതായത് പിയിലൂടെ കയറിയിട്ട് ടി എന്ന് പറയുന്ന ഭാഗത്തൂടെ ഇറങ്ങി അങ്ങ് പോകും. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, പ്രഷറിനെ പൂർണ്ണമായിട്ട് അങ്ങ് റിലീഫ് ചെയ്യുന്നു. അതായത് എ എന്നുള്ള ഭാഗത്താണ് ആക്ട് ചെയ്തിരുന്ന പ്രഷറിനെ പൂർണ്ണമായിട്ട് അങ്ങ് അവോയ്ഡ് ചെയ്യുന്നു. അതാണ് പ്രഷർ റിലീഫ് വാൽവ് എന്ന് പറയുന്നത്. നിങ്ങളതിൻ്റെ ബേസിക് കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി, കൂടുതലായിട്ട് ഡീപ്പായിട്ട് അതിനെക്കുറിച്ചൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് എന്താണ് ഉദ്ദേശം എന്നറിഞ്ഞാൽ മതി. അപ്പോൾ പ്രഷർ റിലീഫ് വാൽവ് എന്ന് പറഞ്ഞാൽ പ്രഷറിനെ പൂർണ്ണമായി അവോയ്ഡ് ചെയ്യുന്നു. എ എന്നുള്ള ഭാഗത്തൂടെ വരുന്ന പ്രഷറിനെ ഈ ടി എന്നുള്ള പാർട്ടിലൂടെ അങ്ങ് ഒഴിവാക്കി വിടുന്നു. ഇനി പ്രഷർ റെഡ്യൂസിങ് വാൽവ് ഉണ്ട്. പ്രഷർ റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കുറച്ച് കൊണ്ടുവരിക. ഒരു സിസ്റ്റത്തിലെ ഇൻലെറ്റ് പ്രഷറിനെ എന്ത് ചെയ്യുക, അഡ്ജസ്റ്റബിൾ ഔട്ട്ലെറ്റ് പ്രഷറിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻലെറ്റ് പ്രഷർ കൂടുതലാണെങ്കിൽ അതിനെ ഒന്ന് കുറച്ച് ഔട്ട്ലെറ്റ് പ്രഷറിലോടൊന്ന് സാമ്യമുള്ളതാക്കി എടുക്കുക, ഇത്രയേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്, പ്രഷറിനെ റെഡ്യൂസ് ചെയ്യും. ഇനി പ്രഷർ റെഗുലേറ്റർ ഉണ്ട്. പ്രഷർ റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്തോ, മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം. നമുക്ക് അത്യാവശ്യം പ്രഷർ ആവശ്യമാണ്, ആ പ്രഷറിൽ എന്ത് ചെയ്യണം, നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കണം. ഔട്ട്ലെറ്റ് പ്രഷർ ഒരു സെറ്റ് വാല്യൂവിൽ, ഇപ്പോൾ നമുക്കൊരു ഔട്ട്ലെറ്റ് പ്രഷർ ഒരു സെറ്റ് വാല്യൂ ആണ്, ആ വാല്യൂവിൽ നമുക്ക് ഡിസൈഡ് ചെയ്ത് നിർത്തണം. അതിനാണ് നമ്മൾ പ്രഷർ റെഗുലേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പം ഒരു പ്രഷർ കൺട്രോൾ വാൽവ് തന്നെയാണ്. പ്രഷർ കൺട്രോൾ വാൽവിൻ്റെ പല ക്ലാസിഫിക്കേഷനാണ്: പ്രഷർ റിലീഫ് വാൽവ്, പ്രഷർ റെഡ്യൂസിങ് വാൽവ്, പ്രഷർ റെഗുലേറ്റർ വാൽവ്. ഓക്കെ, ഇനി അതിൻ്റെയൊക്കെ ഒരു സിമ്പിളുകൾ നമുക്ക് വേണം, അത് നമുക്ക് ആവശ്യമാണ്. വർക്കിംഗ് ഒക്കെ നമ്മൾ കുറേ പറഞ്ഞതാണ്, വാൽവുകളുടെ വർക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഏത് ഭാഗത്തൂടെ കയറി എങ്ങനെ ഇറങ്ങി പോകുന്നു എന്നുള്ളതൊക്കെ. ഇനി കൗണ്ടർ ബാലൻസിങ് വാൽവ് എന്ന് പറഞ്ഞൊരു സംഭവം, അല്ലെ കൗണ്ടർ ബാലൻസിങ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് the valve which is used to create a back pressure against pushing or pulling type of load to maintain normal speed of cylinder is known as counterbalance valve. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബാക്ക് പ്രഷർ, ഇപ്പം നമുക്കൊരു സിസ്റ്റം വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സിലിണ്ടറിനകത്ത് വർക്കിംഗ് നടക്കുന്നു. അപ്പോൾ ആ സിലിണ്ടറിൻ്റെ സ്പീഡ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം.
അപ്പോൾ ചില ഭാഗങ്ങളിൽ പ്രഷർ കൂടി വരുന്ന സമയങ്ങളിൽ ഒരു ബാക്ക് പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് നമുക്ക് ഇപ്പം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഭാഗത്തോട്ട് പ്രഷർ കൂടുതലാണെങ്കിൽ നമുക്ക് അതിന് ഓപ്പോസിറ്റായിട്ട് മാത്രമേ വർക്കിംഗ് നോർമലായി നടക്കൂ. പ്രഷർ കൂടിയ ഭാഗത്തേക്ക് എന്ത് നടക്കത്തില്ല, പ്രഷർ വർക്കിംഗ് നടക്കാൻ പ്രയാസം അനുഭവപ്പെടും. അപ്പോൾ ആ ഒരു സന്ദർഭങ്ങളിൽ നമുക്ക് ഏതെങ്കിലും ഒരു കാരണവശാലും ഒരു ബാക്ക് പ്രഷർ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഈ സ്പീഡ് കൺട്രോള് ഈസി ആക്കാൻ വേണ്ടി, നോർമൽ സ്പീഡ് കൺട്രോളിൽ നിർത്താൻ വേണ്ടിയിട്ട് ഒരു ബാക്ക് പ്രഷർ മെക്കാനിസം ആവശ്യമാണ്. അത്രയേ ഉള്ളൂ. അത് ബാക്ക് പ്രഷർ വാൽവ്, ആ ഒരു ടേം മാത്രം മതി. കൗണ്ടർ ബാലൻസ് വാൽവ് എന്ന് പറഞ്ഞാൽ ഒരു ബാക്ക് പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ, പുഷിങ് അല്ലെ പുള്ളിങ് ലോഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ബാക്ക് പ്രഷർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കൗണ്ടർ ബാലൻസ് വാൽവിൻ്റെ ഫങ്ഷൻ. ചെറിയ ചെറിയ നോട്ട് പോർഷനായിട്ട് പഠിച്ചാൽ ഈ വലിയ പടങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട നമുക്ക്. ഇനി സീക്വൻസിങ് ഉണ്ട്. സീക്വൻസിങ് എന്ന് പറഞ്ഞാൽ അത് ടു ഓപ്പറേഷൻ ഓഫ് നമ്പർ ഓഫ് ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സ് ഇൻ ഡിസൈഡ് സ്റ്റെപ്പ് സീക്വൻസിങ് ഈസ് ഡൺ. സീക്വൻസ് വാൽവ് ഈസ് സിംപ്ലസ്റ്റ് മെക്കാനിസം ടു അച്ചീവ് ഡിസൈഡ് സ്റ്റെപ്സ്. സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഓരോ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ, അല്ലെങ്കിൽ ഒരു തുടർച്ചയായ ഒരു ഓപ്പറേഷൻ്റെ ഒരു നിരക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ. നമ്മളിപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയത്തില്ലേ, അതുപോലെ തന്നെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കുറച്ച് ഓപ്പറേഷൻസാണ് സീക്വൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സീക്വൻസിങ്ങിനിടെ, അതായത് ഓരോ സീക്വൻസ് പോലെ കാര്യങ്ങളെ തുടർച്ചയായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നൊരു വാൽവാണ് എന്തെന്ന് പറയുന്നത്, സീക്വൻസിങ് വാൽവ് എന്ന് പറയുന്നത്, അല്ലെ സീക്വൻസ് വാൽവ് എന്ന് പറയുന്നത്. കൂടുതലൊന്നും അറിയണ്ട, അത്രയും ബേസിക് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. നമുക്ക് OMR ആണ്, നമ്മളതിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ മാത്രം അറിയാം. വാൽവിൻ്റെ മെയിൻ ക്ലാസിഫിക്കേഷനെ കുറിച്ചൊക്കെ നമുക്ക് നന്നായിട്ട് പഠിക്കണം, അത് നമ്മൾ പഠിച്ചു. ഇനി ന്യൂമാറ്റിക്സ് എന്ന് പറഞ്ഞു. ന്യൂമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ന്യൂമാറ്റിക് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്, എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണെന്നൊക്കെ നമുക്കറിയാം. ഒരു കംപ്രസ്ഡ് എയറിനെ നമ്മൾ മെക്കാനിക്കലായിട്ട് നമ്മളതിനെ മാറ്റിയെടുത്ത് വർക്ക് ചെയ്യുന്നു, ഒരു പ്രഷറിനെ മെക്കാനിക്കലാക്കി മാറ്റിയെടുക്കുന്നു. ഇവിടെ ഇവരെന്ന് പറഞ്ഞാൽ ന്യൂമാറ്റിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ എയറാണ് ഉപയോഗിക്കുന്നത്. ആ എയറിനെ വെച്ചുകൊണ്ട് തന്നെ, പക്ഷേ ആ ന്യൂമാറ്റിക് സിസ്റ്റത്തിൻ്റെ കൺട്രോള് ഇലക്ട്രിക്കലായിട്ട് ഓപ്പറേറ്റ് ചെയ്യും. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ മെക്കാനിക്കലായിട്ട്, ഇപ്പോൾ ഒരു വാൽവിനെ നമ്മൾ ഒരു മെക്കാനിക്കലായിട്ടൊരു പുഷ് ബട്ടൺ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തോ ആയിരിക്കും ചിലപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നതിൻ്റെ പൂർണ്ണമായ സപ്ലൈ അല്ലെങ്കിൽ അതിൻ്റെ പവർ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ കൺട്രോൾ വഴി വർക്ക് ചെയ്യിക്കുന്നു. അപ്പോൾ ഒരു ന്യൂമാറ്റിക് സിസ്റ്റത്തിനെ ഇലക്ട്രിക്കലായിട്ട് വർക്ക് ചെയ്യിക്കുന്നതാണ് ഇലക്ട്രോ ന്യൂമാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് സഹായിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയും ഉപയോഗിക്കുന്ന ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഏതായിരിക്കും? കംപ്രസ്ഡ് എയർ തന്നെ ആയിരിക്കും. ഈ കംപ്രസ്ഡ് എയറിനെ ഒരു സ്ഥലത്തുനിന്ന് മറ്റു സ്ഥലത്തോട്ടൊരു പാസ് ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ അതിനെ ഒരു സിലിണ്ടറിൽ നിന്നും ഔട്ട്ലെറ്റിലേക്ക് കൊടുക്കുന്നു. ഈ വക കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഒരു ഇലക്ട്രിക്കൽ ഓപ്പറേറ്റഡ് അസംബ്ലീസുകളുടെ സഹായത്താലായിരിക്കും. അപ്പോൾ ഇലക്ട്രിക്കൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഇലക്ട്രിസിറ്റി കൺട്രോൾ ചെയ്യുന്ന 3 കാര്യങ്ങളാണ്. സിഗ്നൽ ഇൻപുട്ട് ഡിവൈസുകളുണ്ട്, സിഗ്നൽ പ്രോസസ്സിങ് യൂണിറ്റുകളുണ്ട്, സിഗ്നൽ ഔട്ട്പുട്ട് യൂണിറ്റുകളും ഉണ്ട്. അപ്പോൾ ഫുള്ളി ഇലക്ട്രിക്കലായിട്ട് വർക്ക് ചെയ്യും. പവർ കൺട്രോളിങ് എല്ലാം ഇലക്ട്രിക്കലി ആയിരിക്കും. അപ്പോൾ ബേസിക് ഇലക്ട്രിക്കൽ ഡിവൈസുകൾ, അതായത് ഇതിനെ സഹായിക്കുന്ന കുറച്ച് ഇലക്ട്രിക്കൽ ഡിവൈസുകളാണ് മാനുവലി ആക്ച്വേറ്റഡ് പുഷ് ബട്ടൺ സ്വിച്ചസ്, ലിമിറ്റ് സ്വിച്ചസ്, പ്രഷർ സ്വിച്ചസ്, സോളിനോയിഡ്, റിലേയ്സ്, ടെമ്പറേച്ചർ സ്വിച്ചസ്. അപ്പോൾ ഇതെല്ലാം കുറേ ബട്ടണും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കറിയാം പുഷ് ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം. നമുക്കിപ്പോൾ ഒരു ഇലക്ട്രിസിറ്റി പവർ തുടങ്ങണമെങ്കിൽ തന്നെ നമ്മൾ മെയിൻ സപ്ലൈ സ്വിച്ച് ഇട്ട് കൊടുക്കണം. അതുപോലെ നമ്മൾ ആദ്യമേ ഉണ്ട് മാനുവലി ആക്ച്വേറ്റഡ് പുഷ് ബട്ടൺ. അപ്പോൾ ആ പുഷ് ബട്ടൺ കൊടുക്കുമ്പോൾ എങ്ങനത്തെ കറണ്ട് ആയാലും AC ആയാലും DC കറണ്ട് ആയാലും അതിൻ്റെ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പവർ വന്നു തുടങ്ങും. ആ പവർ വന്നു തുടങ്ങുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ കുറച്ച് ലിമിറ്റ് സ്വിച്ചസുകളുണ്ട്. അതായത് എനി സ്വിച്ച് ദാറ്റ് ഈസ് ആക്ച്വേറ്റഡ് ഡ്യൂ ടു പൊസിഷൻ ഓഫ് എ ഫ്ലൂയിഡ് പവർ കമ്പോണൻറ്റ്, യൂഷ്വലി എ പിസ്റ്റൺ റോഡ് ഓർ hydraulic motor shaft for the position of load is termed as limit switch. അതായത് ഓരോ വസ്തുക്കളെയും അതിൻ്റെ പൊസിഷനിലേക്ക് ആക്ച്വേറ്റ് ചെയ്ത് വെക്കുന്ന സാധനമാണ് ലിമിറ്റ് സ്വിച്ചുകൾ. ഇപ്പോൾ ലിമിറ്റ് നമുക്കിപ്പോൾ ഓവറായിട്ട് എന്തെങ്കിലും ഒരു സംഭവം വന്നാൽ ലിമിറ്റ്
സ്വിച്ച് വഴി നമ്മളത് കൺട്രോൾ ചെയ്യും. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ഇലക്ട്രോ ന്യൂമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഒരു ന്യൂമാറ്റിക് സിസ്റ്റത്തിന് വർക്ക് ചെയ്യാനുള്ള പവർ അല്ലെങ്കിൽ അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളും ഇലക്ട്രിക്കലി കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് ഇലക്ട്രോ ന്യൂമാറ്റിക്സ് എന്ന് പറയുന്നത്. അതിനായിട്ട് സഹായിക്കുന്ന കുറേ കാര്യങ്ങൾ, ലിമിറ്റ് സ്വിച്ച്, പ്രഷർ സ്വിച്ച്. ഇപ്പോൾ പ്രഷർ കൂടുതലാകുമ്പോൾ തന്നെ ഇലക്ട്രിക്കലി എന്ത് ചെയ്ത് ഉരുകി മാറുന്ന ഒരു പ്രക്രിയ. ഇനി സോളിനോയിഡ് ഉണ്ട്. സോളിനോയിഡ് വാൽവുകളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എന്തോ സോളിനോയിഡ് വാൽവ് എന്ന് പറഞ്ഞാൽ, ഈ സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു കോയിലാണ്. നമ്മൾ ഈ വയറുകൾ ചുറ്റി വെക്കുന്നില്ലേ, ഇതുപോലൊരു കോയിൽ. അന്നേരം എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, അത് നമ്മൾ സോളിനോയിഡ് നമ്മൾ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടും. മനസ്സിലായോ? അപ്പോൾ സോളിനോയിഡ് നമ്മൾ എനർജൈസ് ചെയ്യും. അതൊരു സ്വിച്ച് ആയിട്ടങ്ങ് ആക്ട് ചെയ്യും. അതാണ് സോളിനോയിഡ് സ്വിച്ച് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് പറയാം സോളിനോയിഡ് എയ്ഡ് ഓഫ് സോളിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ കോയിലാണ്. നമ്മൾ ഈ കോയിൽ എന്ന് പറഞ്ഞാൽ വയറുകൾ ചുറ്റി വെക്കുന്നതാണ് കോയിൽ എന്ന് പറയുന്നത്. അത് എപ്പോൾ എനർജൈസ് ചെയ്യുമ്പോൾ, അതല്ല അതിനകത്ത് സപ്ലൈ കൊടുക്കുമ്പോൾ അതൊരു സ്വിച്ചായിട്ട് ആക്ട് ചെയ്യും. അതാണ് സോളിനോയിഡ് വാൽവ് സ്വിച്ചുകളൊക്കെ നമ്മൾ പറയുന്നത്. അത് വാൽവിനെ എന്ത് ചെയ്യും, തുറക്കാൻ സഹായിക്കും. ഇപ്പോൾ വാൽവിൻ്റെ ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ ഇൻലെറ്റ് പോർട്ടിലെ കണക്ഷൻ ആയിരിക്കും ചിലപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഫുള്ളി ഇലക്ട്രിക്കലാണെന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. അതിനകത്തൂടെ പോകുന്ന ഫ്ലൂയിഡ് മാത്രം എയർ എന്നുള്ള കാര്യം ചിന്തിക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളും ഇലക്ട്രിക്കലി വർക്ക് ചെയ്യുന്നു എന്ന് ചിന്തിക്കുക. ഇപ്പോൾ ഒരു സോളിനോയിഡിലോട്ട് നമ്മൾ കറണ്ട് പാസ് ചെയ്യിക്കുമ്പോൾ അല്ലെ എനർജി കൊടുക്കുന്ന സമയത്ത് ഈ സോളിനോയിഡ് എനർജൈസ് ചെയ്തിട്ട് അതിൻ്റെ വാൽവിൻ്റെ ഓപ്പറേഷൻ ഈ സോളിനോയിഡ് വഴി നടക്കും. അതിനെയാണ് സോളിനോയിഡ് വാൽവ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിനു മുമ്പ് വാൽവുകൾ പഠിച്ചു. അതിനകത്ത് നമ്മൾ മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ഇലക്ട്രിക്കലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അതിനകത്ത് കൂടുതലായിട്ട് നിങ്ങൾ ഡീപ്പായിട്ടൊന്നും ഇതിനകത്ത് പറയാനെ കൊണ്ടില്ല. അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കുക. ഇനി റിലേ എന്ന് പറയുന്നത് ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ ഇലക്ട്രോ ന്യൂമാറ്റിക്സിലെ ഒരു ഭാഗമാണ് റിലേ. എ റിലേ ഇസ് എ ഇലക്ട്രോ മാഗ്നറ്റിക്കലി ആക്ച്വേറ്റഡ് സ്വിച്ച്. ഇറ്റ് ഈസ് എ സിമ്പിൾ ഇലക്ട്രിക്കൽ ഡിവൈസ് യൂസ്ഡ് ഫോർ സിഗ്നൽ പ്രോസസ്സിംഗ്. സിഗ്നൽ പ്രോസസ്സിങ്ങിന് സഹായിക്കുന്ന ഒരു കാര്യമാണ് റിലേ എന്ന് പറയുന്നത്. റിലേസ് ആർ ഡിസൈൻഡ് ടു വിസ്റ്റാൻഡ് ഹെവി പവർ സർജസ് ആൻഡ് ഹാർഷ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്. അപ്പോൾ നമ്മളെ സിഗ്നൽ നമുക്ക് എന്തെങ്കിലും ഒരു എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ അനുസരിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ട് എങ്കിൽ അത് നമ്മളെ ഒന്ന് എന്ത് ചെയ്യുക, പ്രോസസ്സിങ് ചെയ്ത് കാണിക്കുക, സിഗ്നൽ പ്രോസസ്സിങ് ചെയ്യുക. അപ്പോൾ അതാണ് അത്രയേ ഉള്ളൂ കാര്യങ്ങൾ ഇതിനകത്ത്. സിഗ്നൽ പ്രോസസ്സിങ്ങിന് സഹായിക്കുക. അല്ലെങ്കിൽ എന്തോ അപ്പോൾ സിഗ്നൽ പ്രോസസ്സിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് റിലേ എന്ന് പറയുന്നത്. സിഗ്നൽ പ്രോസസ്സിങ് മൊത്തം ഇലക്ട്രിക്കലാണ്. നിങ്ങൾക്ക് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ന്യൂമാറ്റിക് സിസ്റ്റം അല്ലെങ്കിൽ ഇലക്ട്രോ ന്യൂമാറ്റിക്സിൽ ഏതൊക്കെ ഡിവൈസുകൾ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രം മതി. അല്ലാതെ നിങ്ങൾ അതിനകത്ത് കൂടുതലായിട്ട് ഡീപ്പ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഓരോന്നും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, മാനുവലി ആക്ച്വേറ്റഡ് പുഷ് ബട്ടൺ, അതുപോലെ ലിമിറ്റ് സ്വിച്ച്, പ്രഷർ സ്വിച്ച്, സോളിനോയിഡ് എന്ന് പറയുമ്പോൾ വാൽവുകളുടെ ഓപ്പറേഷനെ സഹായിക്കുന്ന ഘടകമാണ് സോളിനോയിഡ്. റിലേ, ടെമ്പറേച്ചർ സ്വിച്ച്. അതിപ്പോൾ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ഡിഫക്റ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ നമുക്ക് ഹൈ ടെമ്പറേച്ചർ അതിനകത്തോട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ വാൽവ് സ്വയം എന്ത് ചെയ്യണം, അത് ഷട്ട് ഓഫ് ചെയ്യണം. അതിനൊക്കെയാണ് നമ്മൾ ടെമ്പറേച്ചർ സ്വിച്ചുകളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഇലക്ട്രിക്കലായിട്ട് ഒരു ന്യൂമാറ്റിക് സിസ്റ്റത്തെ വർക്ക് ചെയ്യിക്കുന്നതാണ് ഇലക്ട്രോ ന്യൂമാറ്റിക്സ് എന്ന് പറയുന്നത്. അതിനകത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു മതി. ഇത്രയൊക്കെ ഉള്ളൂ ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ നമുക്ക് പറയാൻ. ബേസിക് കാര്യങ്ങളൊക്കെ മതി. ഇത്രയൊക്കെ വെച്ചിട്ട് നമുക്ക് കുറേ ക്വസ്റ്റ്യനുകൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഇനി കുറച്ച് ന്യൂമാറ്റിക് സിമ്പലുകളുണ്ട്. ആ ന്യൂമാറ്റിക് സിമ്പലുകൾ നമ്മളിപ്പോൾ അതിനകത്ത് മാർക്ക് ചെയ്ത് വിടുന്നതനുസരിച്ച് അത് നിങ്ങൾ വരച്ചെടുത്താൽ മതി. അതിൻ്റെ കുറേ ന്യൂമാറ്റിക് സിമ്പലുകളാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം ന്യൂമാറ്റിക്സിൻ്റെ ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്തു.